വലിയൊരു തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷവും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുത്തത് CPMന്റെ അടിത്തറ ഇളക്കാനാണ് എന്ന കാര്യം ഉറപ്പിക്കുകയാണ്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ കണ്ട ഏറ്റവും വലിയ തോൽവി അഭിമുഖീകരിച്ചിട്ടും CPM പാഠം പഠിച്ചില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പിണറായി പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുത്തത്. കാരണം അദ്ദേഹത്തിനെതിരെ അന്വേഷണങ്ങളിതാ ഒന്നിനു പിറകെ ഓരോന്നായി വരികയാണ്. CPMന്റെ ബ്രാഞ്ച് തലം മുതൽ മുകളിലോട്ടുള്ള എല്ലാ കമ്മിറ്റികളും പിണറായി വിജയനെ മാറ്റണമെന്നാവശ്യപ്പെട്ടത് വെറുതെയല്ല. VS അച്യുതാനന്ദൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ മകൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് നടപടി വരുമ്പോൾ തന്നെ പിണറായി വിജയൻ രാജിവെക്കേണ്ടതാണ്. അത് ചെയ്തില്ല. മകൾക്കെതിരെയല്ലേ എന്തിന് രാജി എന്ന് ന്യായീകരിക്കുന്നവർക്ക് പോലും ഇപ്പോൾ തിരിഞ്ഞോടേണ്ടി വരുന്ന ഏറ്റവും ശക്തമായ അന്വേഷണമാണ് ഇനി വരാൻ പോകുന്നത്. അതിൻ്റെ സൂചനകൾ UDF സർക്കാർ നൽകിക്കഴിഞ്ഞു. സ്വർണ്ണക്കടത്തും ലൈഫ് മിഷനും ശബരിമലയുമെല്ലാം അവിടെ നിൽക്കുമ്പോൾ തന്നെ അതിനു മുൻപേ തന്നെ പിണറായി വിജയന് ജയിൽവാസം അനുഭവിക്കേണ്ടി വരുന്നൊരു കേസായി വയനാടും അതിനോട് ചേർന്നുള്ള ബോർഡ് വെക്കലുമൊക്കെ മാറുകയാണ്. വയനാട്ടിലെ പാവങ്ങളെ വഞ്ചിച്ചതിൻ്റെ ഏറ്റവും വലിയ വില പിണറായി നൽകേണ്ടി വരുമെന്ന് ഉറപ്പായിരിക്കുന്നു. കോൺഗ്രസുകാർ പണം പിരിച്ച് വയനാട്ടിൽ വീട് നൽകിയില്ല എന്ന കാര്യം പറഞ്ഞ് അലമുറയിട്ട് കരഞ്ഞ CPMനെ ബോധിപ്പിക്കാൻ മാത്രമല്ല, കേരളത്തിന് മുന്നിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ കോൺഗ്രസ് തുറന്നു വച്ചത് വലിയ വിഷമത്തോടെ തന്നെയായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വെളിപ്പെടുത്തിയതിൽ കോൺഗ്രസ് ആകെ പിരിച്ചത് ഇതിൻ്റെ പേരിൽ 8 കോടി രൂപയാണ്. അതിൽ 4.5 കോടി രൂപയുടെ സ്ഥലമേറ്റെടുപ്പും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം കഴിഞ്ഞു. ബാക്കിയുള്ളതിൻ്റെ വീട് നൽകാൻ കോൺഗ്രസ് പണി ആരംഭിച്ചിരിക്കുന്നു. ഭരണം ഉള്ള സ്ഥിതിക്ക് കുറച്ച് കൂടുതൽ പണം കണ്ടെത്താനും സാധ്യതയുണ്ട്. എന്തായാലും കണക്ക് പ്രകാരവും അതിൽ കൂടുതലും കൊടുക്കാൻ കോൺഗ്രസ് പണി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പിണറായി വിജയൻ നടത്തിയ തട്ടിപ്പിൻ്റെ കഥയാണ് ഇനി അന്വേഷണ വിധേയമാകാൻ പോകുന്നത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ. അതായത് ഇത്രയേ ഉള്ളൂ. വയനാട്ടിലെ പാവങ്ങളുടെ പുനരധിവാസത്തിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പിരിച്ചെടുത്തത് ഒന്നും രണ്ടുമല്ല 750 കോടി രൂപയാണ്. ഒരു വർഷത്തിലധികം അത് കൈവശം വെച്ചിട്ട് പോലും എല്ലാം നഷ്ടപ്പെട്ട പാവങ്ങൾക്കൊന്നും കൊടുത്തിട്ടില്ല. അവസാനം അറിയുമ്പോഴേക്കും അതും ദൂർത്തടിച്ചു. അവസാനം അതിൽ 299, അതായത് 300 കോടി രൂപ പിണറായിയുടെ ബിനാമി കമ്പനി എന്ന് പേരുള്ള ഊരാളുങ്കലിന് കൊടുത്ത്, അതും ടെൻഡർ പോലുമില്ലാതെ. അതിൽ 410ഓളം വീട് നിർമ്മിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വീടിന് എല്ലാ കമ്മീഷനും കഴിച്ച് 25 ലക്ഷം രൂപയാണ് ചിലവായത് എന്നാണ് പറയുന്നത്. അങ്ങനെ വന്നാൽ തന്നെ 410 വീടിന് 103 കോടിയോളം രൂപ അതിന് താഴെ മാത്രമേ ചിലവാകുന്നുള്ളൂ. സർക്കാർ ആയതുകൊണ്ട് സ്ഥലമേറ്റെടുക്കാൻ കൂടുതൽ ചിലവുണ്ടാകില്ല. എങ്കിലും സ്ഥലവും അനുബന്ധ റോഡുകളും എല്ലാം ചേർത്ത് ഒരു 50 കോടി കണക്കാക്കിയാലും 150 കോടി രൂപയ്ക്ക് കാര്യങ്ങൾ നിൽക്കും. അതാണ് ഊരാലുങ്കൽ സൊസൈറ്റിക്ക് 299 കോടി രൂപയ്ക്ക് നൽകിയത് പിണറായി വിജയൻ. എല്ലാ കമ്മീഷനും തട്ടിച്ചെടുത്തതിന് പുറമെ പകുതി ലാഭം. ആ കേസാണ് ഇനി അന്വേഷിക്കാൻ പോകുന്നത്. ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവർ അലമുറയിട്ട് കരഞ്ഞപ്പോൾ അതിരുകളില്ലാത്ത സഹായമാണ് അവിടേക്ക് ഒഴുകിയെത്തിയത്. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ വരെ 200 കോടി രൂപ നൽകി രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട്. ഇതെല്ലാം പോക്കറ്റിലിട്ട് ദൂർത്തടിച്ച് നടന്നവർ അതിൻ്റെ കണക്ക് കാണിക്കേണ്ടി വരുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. സർക്കാർ കൊടുത്തത് വെറും 7 സെൻറ്റ് ഭൂമിയിൽ പണി തീരാത്ത 2 ബെഡ്റൂമുകളുള്ള വീടാണെങ്കിൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി തൊട്ടടുത്ത് 8 സെൻറ്റ് ഭൂമിയിൽ നൽകിയത് ഫുൾ ഫർണിഷ്ഡായ 3 മുറിയുള്ള വീടുകളാണ്. അതേ എഞ്ചിനീയറെ കൂടി ഉൾപ്പെടുത്തി ഒരു അന്വേഷണം നടത്തിയാൽ തന്നെ 1 മണിക്കൂർ കൊണ്ട് കണ്ടുപിടിക്കാം പിണറായി വിജയൻ നൽകിയ വീടിന് പറയുന്ന 25 ലക്ഷത്തിൻ്റെ കണക്ക് ശരിയാണോ എന്നുള്ള കാര്യം. അങ്ങനെയുള്ള ഈ പാവങ്ങളെ അടിമുടി തട്ടിച്ചെടുത്ത കേസാണ് ഇനി വരാൻ പോകുന്നത്. വീടിൻ്റെ യഥാർത്ഥ കണക്കിൽ നടത്തിയ തട്ടിപ്പ്, അതുപോലെ 299 കോടിയിൽ പകുതിയോളം ചെലവാക്കാതെ ബാക്കിയെല്ലാം ഊരാളുങ്കലിനൊപ്പം ചേർന്ന് മോഷ്ടിച്ചു എന്ന് പറയുന്ന തട്ടിപ്പ് കേസ് വേറെ. അതിനുമപ്പുറം ആകെ പിരിച്ച 750 കോടി രൂപയിൽ ബാക്കി എന്ത് ചെയ്തുവെന്നും ആ പാവങ്ങളുടെ കണ്ണീരിൻ്റെ പണം തട്ടിയെടുത്തോ എന്നുള്ള കേസ്. ഇത് മാത്രം പിണറായി വിജയന് ശിഷ്ടകാലം മുഴുവൻ അകത്ത് കിടക്കാനുള്ളൊരു വകുപ്പുണ്ട് എന്നുള്ളതാണ് നിയമ വിദഗ്ധർ പറയുന്നത്. അതിനൊപ്പം തന്നെ ഈ കാശെടുത്താണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണത്തിനായി
കോടിക്കണക്കിന് രൂപ ചെലവിട്ട് എല്ലാ കവലകളിലും വെച്ച LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന ബോർഡിൻ്റെ കണക്കും അതും പറയേണ്ടി വരും. ഇതിനായുള്ള അന്വേഷണമാണ് ഇനി കേരള സർക്കാർ ഉത്തരവിടാനും അന്വേഷണം ആരംഭിക്കാനും പോകുന്ന കേസ്. അതിനുള്ള നടപടിയിലേക്ക് സർക്കാർ കടക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാവങ്ങളുടെ കണ്ണീരിൻ്റെ കാശ് പോലും മോഷ്ടിച്ച ഒരാൾ ജയിലിൽ കിടക്കേണ്ടി വരുമെന്നുള്ളത് അറിയാൻ ജ്യോതിഷമൊന്നും നോക്കേണ്ടുന്ന ആവശ്യമില്ല. അതോടെ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയ്ക്കൊരു തീരുമാനമാകും. പിണറായി വിജയൻ ഏതായാലും നിയമക്കുരുക്കിൽ പെടും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അതിനു മുൻപേ പ്രതിപക്ഷ നേതാവ് കസേരയെങ്കിലും ഒഴിഞ്ഞാൽ പാർട്ടിക്കുണ്ടാകുന്ന വലിയ ക്ഷീണം കുറക്കാം.